ഈശോയുടെ തിരു അൾത്താരയ്ക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് ഈ തിരുനാളിൻ്റെ ദിവസം. ഏറ്റവും പ്രത്യേകമായിട്ട് ഈ തിരുനാളിൻ്റെ തിരുബലിയിൽ ഏറ്റവും ആർഭാടമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരിയേറെ ആകാംക്ഷയോടുകൂടെ ഭയത്തോടെ ഒത്തിരി പേര് മരണപ്പെട്ട് അതിൻ്റെ വേദനയോടെ ലോകം ഇരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ പോലും ഭയപ്പാടുകളുണ്ട് എല്ലാവർക്കും ഈ രോഗത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത്. ഈ തിരുക്കർമ്മങ്ങൾ കാണുന്ന എല്ലാവരുടെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായിട്ട് ഈ തിരുവൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും പ്രത്യേകമായിട്ട് ഇന്നലെ വൈകുന്നേരം നിയോഗങ്ങൾ ഒത്തിരി പേര് സമർപ്പിച്ചവരുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ഈ തിരുവൾത്താരയിൽ സമർപ്പിച്ച് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥത്തിന് കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളും ഈ തിരുവൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് കീഴിൽ ഈ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും ഈ തിരുബലിയോട് ചേർത്ത് സമർപ്പിക്കാം. ഈ കുർബാന കാണുന്ന എല്ലാവരുടെ നിയോഗങ്ങളും പ്രത്യേകം ഈ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും, നമ്മുടെ ഇടവകയിലെ ഓരോ സന്യാസ ഭവനങ്ങളെയും, അതിലുള്ള ഓരോ സിസ്റ്റേഴ്സിനെയും, നമ്മുടെ സീനായ് ധ്യാന കേന്ദ്രത്തെയും, വിദ്യാലയങ്ങളെയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും, അതിൽ സേവനം ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, അച്ഛന്മാരെയും, മറ്റ് അധ്യാപകരെയും എല്ലാവരെയും പ്രത്യേകം ഈ തിരുബലിയോട് ചേർത്ത് സമർപ്പിക്കുന്നു. വൃദ്ധസദനങ്ങൾ, പാലിയേറ്റീവ് യൂണിറ്റ് എല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈ തിരുബലിയിൽ നമുക്ക് പങ്കാളികളാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തിന്റെ അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധ അൽഫോൻസാമയെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആ കന്യകയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകരമായ ബലി ആത്മശരീര വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യരെ എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങൾ വിരാസിച്ചു. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമല്ല. നിർമ്മലമാർഗം പിന്തുടരുന്നു നിസ്തുലമാ
സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിനെ വിവരം അറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എൻ്റെ ശുശ്രൂഷകനെ പിതാവ് ബഹുമാനിക്കും. സ്നേഹം ഉള്ള മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ തിരു അൾത്താരയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും എളിയ 2 ചിന്തകൾ മാത്രം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി അഴിയുന്ന കാലത്ത് ഒന്നും ആരും അറിയണില്ല. അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അഴിഞ്ഞു കഴിഞ്ഞ് സ്വർഗത്തിലെത്തി ഫലം ചൂടാൻ തുടങ്ങിയപ്പോൾ, സ്വർഗീയ ഫലങ്ങൾ ചൂടാൻ തുടങ്ങിയപ്പോൾ ആ അമ്മ ലോകം മുഴുവൻ അറിയുന്ന അമ്മയായി, വിശുദ്ധയായി ഉയർത്തപ്പെട്ടു. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തേത്, ഒന്നും അറിയപ്പെടാതിരിക്കുന്ന വ്യക്തികളില് തമ്പുരാൻ എളിമയോടുകൂടെ ആയിരിക്കുന്നവരുടെ തമ്പുരാൻ എത്രത്തോളം സ്വർഗീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന ഒരു വലിയ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കുന്നവർക്ക് നൽകിക്കൊണ്ടാണ് അൽഫോൻസമ്മ കടന്നു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് വിശുദ്ധയായി വിളങ്ങുന്നത്. ഏറ്റവും ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എളിമപ്പെടാനും എളിമയോടുകൂടെ തമ്പുരാന്റെ സ്വർഗീയ ഫലങ്ങൾ എന്താണ് തമ്പുരാൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും അങ്ങനെ സ്വർഗീയ ഫലങ്ങൾ ചൂടാനും തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അവസരമാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ലോക ജീവിതം. അപ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ അൽഫോൻസമ്മ വിളിച്ചോതുന്ന ഏറ്റവും വലിയ ഒരു സത്യം, ആരാലും അറിയപ്പെടാതെ മുറ്റത്തുപാടത്തെ അന്നക്കുട്ടി ആരാലും അറിയപ്പെടാതെ ഒരു മഠത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് രോഗാവസ്ഥയിലായിരുന്ന് അധികം പേരറിയപ്പെടാതെ മരിച്ച് അടക്കപ്പെട്ടിട്ട് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന അൽഫോൻസമ്മ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ആ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക, തമ്പുരാന്റെ തിരുമുമ്പില് സ്വർഗീയ വാസസ്ഥാനത്ത് തമ്പുരാൻ എന്നെ എങ്ങനെ ഉയർത്തും എന്നുള്ള തമ്പുരാന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം അഴിയുക എന്നതാണ്, ഈ ലോകത്തിൽ അഴിയുക എന്നതാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ കാലത്ത് കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ ഒരു ചിന്ത പങ്കുവയ്ക്കുകയും ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു, സാമ്പത്തിക അവസ്ഥയല്ല ഇനിയുള്ള ഏറ്റവും വലിയ അസറ്റ്, സ്വത്ത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ കൊറോണ കാലഘട്ടത്തിൽ ജീവനാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയാം. ജീവൻ നിലനിർത്താനാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ സമ്പത്തല്ല പ്രസക്തിയുള്ള കാര്യമെന്ന് പറയണം. അത് നിത്യജീവനെ കുറിച്ച് പറയുന്ന പോലെയാണ് അത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനാകുന്ന സമ്മാനത്തിന് വേണ്ടി സ്വർഗീയ ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കാനും നമ്മളായിരിക്കുന്നിടത്ത് അഴിഞ്ഞില്ലാതാകാനും എന്നിട്ട് തമ്പുരാന്റെ തിരുമുമ്പിൽ അനുഗ്രഹം നിറഞ്ഞ വ്യക്തികളായി തീരാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുബലിയിൽ പ്രത്യേകമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ബലി അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളും ഈ തിരു അൾത്താരയിൽ കാസയിലും പിലാസയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവളാണ് ഈ അൽഫോൻസമ്മ എന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ഇടവകയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ദിവസങ്ങളിൽ കുറേ പേര് വന്ന് ഈ കപ്പേളയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ആരും അറിയാതെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഈ കൊറോണ കാലത്തായതുകൊണ്ട് വേറെ ഒരു ശല്യങ്ങളും ഇല്ലാതെ വന്ന് മെഴുതിരി കത്തിച്ച് നിയോഗം സമർപ്പിച്ച്
നിയോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അറിയിച്ചപ്പോൾ എല്ലാവരും വ്യക്തിപരമായ വാട്സപ്പിലും വിളിച്ചുകൊണ്ടും പറയാണ് നിയോഗങ്ങളുടെ ഒരു വലിയ നിരയായിരുന്നു. ഇന്നലെ വൈകുന്നേരം രാത്രി ഒത്തിരി പേര് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തിരുബലിയിൽ പങ്കെടുക്കുമ്പോൾ ആരും അറിയപ്പെടാതെ സ്വർഗത്തിലിരുന്ന് ഒത്തിരിയേറെ അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുക്കരങ്ങളിലേക്ക് ഈ തിരുബലിയോട് ചേർത്ത് സമർപ്പിക്കുന്ന എല്ലാ ജീവിത നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ ഇടവക സമൂഹത്തെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഭവനങ്ങളെ, നാടിനെ, ലോകത്തെ സമർപ്പിക്കാം. ഈ തിരുബലി കാണുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ തിരുബലിയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമ്മ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ മധ്യസ്ഥതയാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഈ തിരുബലി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പുതിയ ചൈതന്യത്തോടുകൂടെ ഇല്ലാതായി തീരാനും ഈശോയുടെ ചൈതന്യത്തിൽ സ്വർഗീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുമുള്ള വലിയ കൃപയും വരവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്ന് ചേർന്ന് ഈശോയുടെ തിരുബലിയിൽ ഒന്ന് ചേർന്ന് പങ്കാളികളാകാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ സത്യത്തിന് സാക്ഷികളാവുക. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമായുടെ മാർഗ്ഗമനുസരിച്ച് ഇതിനോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ നിയോഗിച്ചായി ഞങ്ങളുടെ പരിശുദ്ധാവ് മാർത്തോമായെ, ഞങ്ങളുടെ സഹോദരനും പിതാവുമായ മാർത്തോമായെ, ഞങ്ങളുടെ അധ്യക്ഷനായ മാർത്തോമായെ, ഞങ്ങളുടെ പരിശുദ്ധമായ മാർത്തോമായെ, വല്ലവന്മാരായ പ്രവേശനങ്ങൾ ജോലി ചെയ്ത എല്ലാവരെയും ആത്മാവിധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ സേവനത്തിന്റെ പ്രേക്ഷകരെ പ്രക്ഷേപിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സംപൂർണ്ണമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ സന്തോഷപ്പെടുകയും ചെയ്ത വിശുദ്ധാത്മാസയെ പോലെ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിതക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും ദൈവത്തിനുമായി നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പ്രകടിപ്പിക്കുവാൻ സമർപ്പിച്ചിട്ട് വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും വഴി സമർപ്പിച്ച് നയിക്കുന്നതിന് താല്പര്യയോഗ്യമായ ധാരാളം ഉപയോഗക്കാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമങ്ങളെടുക്കുകയും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസായെ അങ്ങ് ശക്തിയാക്കിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവായ ദൈവമേ, കഴുകി വിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും എടുപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സകല ജനതകളും ഇത് ശ്രവിക്കട്ടെ. തിരുസഭ മോദിക്കൂ, വാനവരോടൊപ്പം സ്തുതികൾ പാടിയിതാ. ഭാഗ്യമെന്നവളായിടും അൽഫോൻസായുടെ ഓർമ്മദിനം കനിവാർന്നല്ലോ സകലേശൻ. പാരിൽ നദുമല
ദിവ്യറൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും ഇവർക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും ശിവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സേറ്റ് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ നമ്മുടെ പിതാക്കന്മാർ അങ്ങയുടെ ജീവനമായ ജനത്തിന്റെ കടകളുടെ പാപമോചനവും കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
യോഗ്യരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരാംഗയുടെ മഹത്വമരത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലകലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടാൽ അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവചന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ സൂര്യനാക്കിദാസിന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേശത്തിനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സ്മൃതലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും സഹായമെത്രാനായ മാർ പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികളായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇന്ന് ഈ തിരുബലിയോട് ചേർത്ത് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ ഉന്നയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മശീഹായെ അങ്ങ് അയച്ചുവെന്നും
ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങൾ കർത്താവിന്റെ ഭൂമായ മിശിഹാവെന്ന ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മുഹമ്മദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവൻ നൽകിടുമ പ്രജ്ഞ
അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അതിനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്വസ്ത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരിയരുവൻ പാപങ്ങളിടയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും അർഹതയുള്ളവർക്ക് എല്ലാ നന്മകളും നൽകുന്നതും ജീവൻ മറഞ്ഞിരിക്കുന്നതുമായ ഈ വലിയ രഹസ്യത്തെ പരിശുദ്ധമായ ഹൃദയത്തോടെ നിങ്ങൾ സമീപിക്കുകയും ഇതുവഴി നമ്മുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടുകയും രോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. മിശിഹായുടെ തിരുശരീരവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. ഇനി അവിടെ നിന്നാൽ മതി അച്ഛനങ്ങൾക്ക്.
അൽഫോൻസാമയുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസാമയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥരരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി. കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ
ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലതീജിന്റെ പാട്ട് കൊടുക്കും. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ഭാരതനാടിൻ മണിമുത്തേ കേരള സഭയുടെ നൽസുമമേ, അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, നൽവരമാരി പൊഴിക്കണമേ. വേദനയേറെ സഹിച്ചവളെ, സഹനത്തിൻ ബലിയായവളെ, കുരിശിൻ പാത പുണർന്നവളെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ത്യാഗത്തിൻ ബലിവേദികളിൽ അർപ്പിതയായൊരു വത്സുമമേ, ക്ഷമയുടെ ദർപ്പണമായവളെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സഹനത്തിൻ പൂരമ്പുകളെ ശിഷ്ടരാക്കി തീർത്തവളെ, കൊന്തരീശും താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സാന്ത്വനമേ വസന്തനിലാ, സ്വന്തസുഗന്ധം മറന്നവളെ, പിന്നിലുയർന്നൊരു വെൺമലരെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്ലേശങ്ങളെല്ലാം തിരുവഴിയാൽ നാമയകൾക്കയർത്തവളെ, ശരയിൽ കൽപ്പമൊഴിച്ചവളെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാരിദ്ര്യത്തിൻ മാനങ്ങളെ, അനുസരണത്തിൻ വിളനിലമേ, ശുദ്ധദേവൻ കാത്തവളെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പ്രാർത്ഥനയാകും മലരുകളെ, ക്രിസ്തുവിനർച്ചന ചെയ്തവളെ, കാരുണ്യത്തിൻ നിറകുടമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. താരസഭാവൻ വാടിയിടാൻ പൊട്ടിവിരിഞ്ഞൊരു നറുമലരെ, കന്യകമാരുടെ മാതൃകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പാലിൽ ശാന്തി പരത്തിയൊരാ ഫ്രാൻസിസ്കാതനുനൽസുതയെ, ധന്യതയാർന്നൊരു കന്യകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വേദനയാൽ വൻക്ലേശത്താൽ നിൻ തിരുസുതൻ വലയുമ്പോൾ, ആതുരരുടെ ആശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സഹനം തന്നുടെ വീതിയതിൽ ത്യാഗസുമങ്ങൾ ചൊരിഞ്ഞിടുവാൻ, സ്നേഹത്തിൻ മധുഗീതവുമായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻ കരുവാക്കി, നാഥനു ബോധമടച്ചിടുവാൻ,
കർത്താവേ, നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയം പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ പിതാവുമാർ ജേക്കബ് മനത്തോടത്ത് മെത്രാനും സഹായമെത്രാനായ മാർ പീറ്റർ മെത്രാനു വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അൽഫോൻസാമയുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ഇടവക സമൂഹത്തെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കൊള്ളുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും നമ്മുടെ ഇടവകാംഗങ്ങളോടും ഇടവകയിലെ ഓരോ കുടുംബങ്ങളോടും അവരുടെ ഓരോ നിയോഗങ്ങളോടും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും അവരുടെ നിയോഗങ്ങളോടും നാടിനോടും ലോകത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാലാഖമാരുത്തു വാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ. മാലാഖമാരുത്തു വാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ. ശോഭയിൽ നിന്നും സ്വർഗീയ മാണിക്യമുത്തേ